മിനിമം എക്സ്പ്ലെയിൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് മിനി. 2025 SSLC ഫസ്റ്റ് ടേം മാത്സ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. എന്നാൽ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, what is the next number of the perfect square number sequence 149? 149 എന്ന പൂർണ്ണവർഗ സംഖ്യാ ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതെന്ന്. ഈ 149 എന്ന് പറഞ്ഞാൽ നമുക്കതിനെ എഴുതാം 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഏതായിരിക്കും? 1, 2, 3. ഇതിൻ്റെ എല്ലാം സ്ക്വയേഴ്സ്. അപ്പോൾ അടുത്ത നമ്പർ എന്ന് പറയുന്നത് 4 സ്ക്വയർ. 4 സ്ക്വയർ ഈക്വൽ ടു 16. അപ്പോൾ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 16. മനസ്സിലായല്ലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 1, ഇഫ് ദ സം ഓഫ് സെക്കൻഡ് ആൻഡ് ഫിഫ്ത്ത് ടേംസ് ഓഫ് ആൻ AS ഈസ് 17, ദെൻ ദ സം ഓഫ് തേർഡ് ആൻഡ് ഫോർത്ത് ടേംസ് ഈസ് ഓൾസോ 17. സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് ടേം x2 പ്ലസ് x5 എന്നുള്ളത് 17 ആണെങ്കിൽ തേർഡ് ടേം x3 പ്ലസ് x4ഉം 17 ആയിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് വേറെ ഒരു പെയർ കൂടെ എഴുതാമല്ലോ, പെയറിൻ്റെ സം കൂടെ. x1 പ്ലസ് x6 ഈക്വൽ ടു 17 എന്ന് ഓർക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. 2 പ്ലസ് 5, ഇവിടെ 7, 3 പ്ലസ് 4 7, 1 പ്ലസ് 6 7. സ്റ്റേറ്റ്മെൻറ്റ് 2 പറഞ്ഞിരിക്കുന്നത് ഇൻ ആൻ AS ഇഫ് ദ സം ഓഫ് 2 പൊസിഷൻസ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് അതർ 2 പൊസിഷൻസ് ദെൻ ദ സം ഓഫ് ടേംസ് അറ്റ് ഈച്ച് പെയർ ഈസ് ദ സെയിം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നിൻ്റെ റീസണായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ASലെ ഏതെങ്കിലും രണ്ട് സ്ഥാനങ്ങളുടെ തുക മറ്റ് രണ്ട് സ്ഥാനങ്ങളുടെ തുകയ്ക്ക് തുല്യമാണെങ്കിൽ ഈ ജോഡി സ്ഥാനങ്ങളുടെ പദങ്ങളുടെ തുകയും തുല്യമായിരിക്കുമെന്ന്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1ൻ്റെ റീസണായിട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് 2 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ദ കറക്റ്റ് റീസൺ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് 1. ഓക്കെ, അപ്പം C ഈസ് ദ ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വെയർ ഈച്ച് ടേം ലീവ്സ് റിമൈൻഡർ 4 ഓൺ ഡിവിഷൻ ബൈ 6. ഈസ് ദിസ് ആൻ AS? വൈ? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 4. അപ്പോൾ അതിൻ്റെ സീക്വൻസ് എന്ന് പറയുന്ന 4, 6 ആഡ് ചെയ്യുമ്പോൾ 10, 6 ആഡ് ചെയ്ത് പോകുന്നു. അങ്ങനെയാണെങ്കിലേ ഉള്ളൂ ഡിവൈഡ് ചെയ്യും. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 റിമൈൻഡർ വരുന്നത്. ഇവിടെ എല്ലാം കോമൺ ഡിഫറൻസ് 6 ആയിട്ട് കാണാം, പൊതുവ്യത്യാസം. അതുകൊണ്ട് ദിസ് ഈസ് ആൻ AS. ഇതൊരു സമാന്തര ശ്രേണി ആണ്. 3യുടെ B നോക്കാം. പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ദ സീക്വൻസ് ഓഫ് റിമൈൻഡേഴ്സ് ഒബ്റ്റെയിൻഡ് ബൈ ഡിവൈഡിങ് ദ ഓഡ് നമ്പേഴ്സ് ബൈ 10. ഈസ് ദിസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്? വൈ? ഒറ്റസംഖ്യകളെയെല്ലാം 10 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടങ്ങളുടെ ശ്രേണി എഴുതുക. ഇത് സമാന്തര ശ്രേണിയാണോ? എന്തുകൊണ്ട്? ഒറ്റസംഖ്യകളെയാണ്, ഓഡ് നമ്പേഴ്സിനെയാണ് നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഓഡ് നമ്പേഴ്സ് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 3, 5, 7, 9. പിന്നെ അടുത്ത് വരുന്ന ഓഡ് നമ്പർ എന്ന് പറയുന്നത് 11. 11നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 1. പിന്നെ അത് റിപ്പീറ്റ് ചെയ്യുന്നു. 13നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 3. 15 വരുമ്പം 5. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊരു AS ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്, സമാന്തര ശ്രേണി. നോക്കിക്കേ, ആദ്യത്തെ 5 ടേംസ് നമ്മൾ നോക്കുമ്പോൾ വലിയ കുഴപ്പം കാണുന്നില്ല. എല്ലാം 2 ആഡ് ചെയ്താണ് വരുന്നത്. പക്ഷേ ഇവിടെ നോക്കിക്കേ, 9 കഴിഞ്ഞ് വരുന്നത് പിന്നെയും 1 ആണ്. നമുക്ക് അടുത്ത് ഇത് AS ആകണമെങ്കിൽ ഇതിനോട് 2 തന്നെ ആഡ് ചെയ്ത് വരണം. പക്ഷേ അതല്ല ഇവിടെ വരുന്നത്. അതുകൊണ്ടിത് കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം ഇവിടെ ഇല്ല. അതുകൊണ്ടിത് സമാന്തര ശ്രേണി അല്ല, അരിത്മെറ്റിക് സീക്വൻസ് അല്ല. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാൻ. 14, 23, 32 is an arithmetic sequence. Is the difference between any two terms of this AS be 108y? രണ്ട് ടേമിൻ്റെ ഡിഫറൻസ് 108 108 ആകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ടേം 14,
കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 23 മൈനസ് 14 ഈക്വൽ ടു 9. ഡിഫറൻസ് ഓഫ് എനി ടു ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ഇറ്റ്സ് കോമൺ ഡിഫറൻസ്. ഏതെങ്കിലും രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അവയുടെ പൊതുവ്യത്യാസത്തിന് ഗുണിതമായിരിക്കണം. അത് 108 ആകുമോ എന്ന് ചോദിച്ചേക്കുന്നു. അപ്പോൾ 108 എന്നുള്ളത് ഈ 9ൻ്റെ ഗുണിതമാകുമോ എന്നാണ് ചോദിച്ചേക്കുന്നത്. കണ്ടുപിടിക്കാൻ 108നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിക്കേ, അപ്പോൾ ആൻസർ കിട്ടും 12. അപ്പോൾ നമുക്ക് ഈ 108നെ ഈ കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിളായിട്ട് എഴുതാൻ പറ്റും. അതുകൊണ്ട് ഈ ഏതെങ്കിലും രണ്ട് ടേം തമ്മിലുള്ള ഡിഫറൻസ് 108 ആകും. ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ 15th ടേം കാണാൻ നമുക്കുള്ള വാക്യം dn പ്ലസ് എഫ് മൈനസ് ഡി ഈക്വൽ ടു ഡി ഉള്ളത് 9, n ഹിയർ 15 പ്ലസ് എഫ് 14, ഫസ്റ്റ് ടേം എന്നുള്ളത് 14 മൈനസ് കോമൺ ഡിഫറൻസ് 9 ഈക്വൽ ടു 135 പ്ലസ് 14 മൈനസ് 9 5 ഈക്വൽ ടു ആൻസർ 140. അപ്പം x15 ഈക്വൽ ടു 140. മനസ്സിലായല്ലോ. എൻ്റെ തേർഡ് പാർട്ട് നോക്കാം. What is the position of 230 in this sequence? ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ 230 എന്നുള്ളൊരു ടേമാണ്, അതിൻ്റെ പൊസിഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ലെറ്റ് xn ഈക്വൽ ടു 230. xn ഫോർമുല dn പ്ലസ് എഫ് മൈനസ് ഡി ഈക്വൽ ടു 230. ഡി എന്നുള്ളത് ഇവിടെ 9, n ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എഫ് മൈനസ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 മൈനസ് 9 ഈക്വൽ ടു 230. 9n ഈക്വൽ ടു 230. 14 മൈനസ് 9 5 ഇപ്പുറത്ത് വരുമ്പോൾ -5. therefore 9n ഈക്വൽ ടു 225. n ഈക്വൽ ടു 225 by 9 ഈക്വൽ ടു 25. അപ്പോൾ 230 എന്നത് പറയുന്നത് 25th ടേം ആയിരിക്കും 230 എന്ന് പറയുന്നത്. 25ാമത്തെ പദമായിരിക്കും ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ 25ാമത്തെ പദമായിരിക്കും 230 എന്നത്. മനസ്സിലായോ? 5ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് fourth term of an arithmetic sequence is 51 and sixth term is 45. What is the fifth term? Fourth term 4ാം പദം 51 51, 6ാം പദം 45. അങ്ങനെയാണെങ്കിൽ x5 5ാം പദം കാണും, x4 x5 x6. അപ്പോൾ x5 എന്ന് പറയുന്നത് x4ൻ്റെയും x6ൻ്റെയും 4ാം പദത്തിൻ്റെയും 6ാം പദത്തിൻ്റെയും നടുക്കായിട്ട് മിഡിൽ ടേം ആണ്. അപ്പോൾ മിഡിൽ ടേം കാണാൻ x4 പ്ലസ് x6/2 രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 51 പ്ലസ് 45/2 ഈക്വൽ ടു 96/2 ഈക്വൽ ടു 48. അപ്പം നമുക്ക് ഫിഫ്ത്ത് ടേം എന്നുള്ളത് 48 കിട്ടി. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. What number is to be added to the fifth term to get its first term? ഫിഫ്ത്ത് നമ്പറിൻ്റെ കൂടെ ഫിഫ്ത്ത് ടേമിൻ്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്താലും നമുക്ക് ഫസ്റ്റ് ടേം കിട്ടുമെന്ന്. അപ്പോൾ ഫസ്റ്റ് ടേമിൽ നിന്ന് ഫിഫ്ത്ത് ടേമിലോട്ട് പോകാൻ നമ്മൾ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? 4D ആഡ് ചെയ്യണം. 4 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടണം. 4D ആണ് ആഡ് ചെയ്യേണ്ടത്.
അപ്പോൾ x5-ൽ നിന്ന് x1 കിട്ടാൻ എത്രയാണ്? 4D സബ്ട്രാക്റ്റ് ചെയ്യണം, മൈനസ് ചെയ്യണം. അപ്പോൾ x5-ൻ്റെ കൂടെ x5 മൈനസ് 4D ആണ് ഫസ്റ്റ് ടൈം കിട്ടാൻ. x5 എന്നുള്ളത് 48 മൈനസ് 4D ആയിരിക്കും നമുക്ക് x1 എന്ന് പറയുന്നത്. നോക്കിക്കാൻ നമുക്കിവിടെ കിട്ടിയ ടേംസ് എല്ലാം മുകളിൽ ഫോർത്ത് ടേം എന്ന് പറയുന്നത് 51, ഫിഫ്ത്ത് ടേം 48, സിക്സ്ത് ടേം 45. ഇതിനകത്തൊന്ന് കോമൺ ഡിഫറൻസ് എഴുതാവുന്നേ ഉള്ളൂ. 51, 48, 45 ഇത് കുറഞ്ഞാണ് വരുന്നത്, 3 കുറഞ്ഞു വരുന്നു. അപ്പോൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? -3. അപ്പോൾ ഈ D നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 48 മൈനസ് 4 ഇൻറ്റു -3 ഈക്വൽ ടു 48 പ്ലസ് 12 ഈക്വൽ ടു 60. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേമും കിട്ടി 60. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഏത് നമ്പർ ആഡ് ചെയ്യണമെന്നേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഏത് നമ്പർ ആഡ് ചെയ്യേണ്ടത്? 12 is to be added to get the first term. 12 ഫിഫ്ത്ത് ടേമിൻ്റെ കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടുന്നത്. ഇപ്പോൾ സെക്കൻഡ് പാർട്ടും കിട്ടി. എൻ്റെ തേർഡ് പാർട്ട് ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദിസ് സീക്വൻസ്. ഇതിൻ്റെ ആദ്യത്തെ 3 പദങ്ങൾ എഴുതാം. നമുക്ക് ആദ്യ പദം കിട്ടി 60. അടുത്ത ടേം കിട്ടാൻ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ -3 എന്ന് പറഞ്ഞാൽ 3 കുറഞ്ഞു വരുന്നു. അടുത്ത ടേം അപ്പോൾ 3 കുറയുമ്പോൾ 57, അടുത്ത ടേം 54. അപ്പോൾ ടേംസ് 60, 57, 54. മനസ്സിലായോ? എന്നാൽ അടുത്തതിലോട്ട് പോകാം. 5-ൻ്റെ B നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് ഓഫ് ആൻ AS ഈസ് 133 ആൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 14 ടേംസ് ഈസ് 511. ആദ്യത്തെ 7 പദങ്ങളുടെ സം എന്ന് പറയുന്ന 133യും ആദ്യം മുതൽ 14 വരെയുള്ള പദങ്ങളുടെ സം എന്ന് പറയുന്നത് 511 പറഞ്ഞേക്കുന്നത്. ആദ്യത്തെ 7 ടേംസിൻ്റെ സം 133യും ആദ്യത്തെ 14 ടേംസിൻ്റെ സം 511. അങ്ങനെയാണ്. വോട്ട് ഈസ് ദ ഫോർത്ത് ടേം? 4ാമത്തെ പദമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, അവിടെ എഴുതിയിട്ടുണ്ട് x1 തൊട്ട് x7 വരെ ഉള്ളതിൻ്റെ 133യും x1 തൊട്ട് x14 വരെ ഉള്ളതിൻ്റെ 511. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ x1 തൊട്ട് x7 നോക്കുകയാണെങ്കിൽ x4 അതിൻ്റെ മിഡിൽ ടേമാണ്. ആദ്യത്തെ 7 പദങ്ങൾ 7 ടേംസ് ആണ്, അതിൻ്റെ മിഡിൽ ടേമാണ് x4 എന്ന് പറയുന്നത്. മിഡിൽ ടേം സമ്മും നമ്പർ ഓഫ് ടേംസും അറിയാമെങ്കിൽ മിഡിൽ ടേം മധ്യപദം കാണാനുള്ള ഫോർമുല ആണ് മിഡിൽ ടേം ഈക്വൽ ടു സം ബൈ നമ്പർ ഓഫ് ടേംസ്. അപ്പോൾ നമുക്കിവിടെ x4 അങ്ങനെയാണ് എഴുതാമല്ലോ. x4 ഈക്വൽ ടു സം എത്ര പറഞ്ഞേക്കുന്നത്? 133 ബൈ എത്ര ടേംസ് ഉണ്ട്? 7. ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പം കിട്ടുന്നത് 19. അപ്പോൾ x4 എന്നുള്ളത് 19 കിട്ടി. പിന്നെ ചോദിച്ചിരിക്കുന്നത് നമ്മളോട് 11th ടേം 11ാമത്തെ പദം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കിക്കേ, ഇവിടെ x8 തൊട്ട് x14 വരെയുള്ളതിൻ്റെ മിഡിൽ ടേമാണ് x11 എന്ന് പറയുന്നത്. ഇവിടെയും 7 ടേംസ് x8 മുതൽ x14 വരെയുള്ളത് 7 ടേംസ് ഉണ്ട്, അതിൻ്റെ മിഡിൽ ടേമാണ് x11. പക്ഷേ നമുക്ക് x1 മുതൽ x14 വരെയുള്ളതിൻ്റെ സമ്മാണ് തന്നിരിക്കുന്നത്. ആ x11 കണ്ടുപിടിക്കണമെങ്കിൽ x8 മുതൽ x14 വരെയുള്ളതിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ x8 പ്ലസ് x9 അപ് ടു x14 എത്രയായിരിക്കും? ഈ ടോട്ടൽ സമ്മിൽ നിന്ന് x7 വരെയുള്ള സബ്ട്രാക്ട് ചെയ്താൽ പോരെ? അപ്പോൾ എത്ര കിട്ടും? 511 മൈനസ് 133 ഈക്വൽ ടു 378.
അപ്പോൾ x8 മുതൽ x14 വരെയുള്ളതിൻ്റെ സം എന്നുള്ള 378 കിട്ടി. അപ്പോൾ അതിൻ്റെ മിഡിൽ ടേമാണ് x11. പിന്നെയും നമുക്ക് മിഡിൽ ടേം കാണാനുള്ള ഫോർമുല സം ബൈ നമ്പർ ഓഫ് ടേംസ്. ഈ സം എത്ര കിട്ടി? 378. അവിടെയും 7 ടേംസ്. അതിനെ ഡിവൈഡ് ചെയ്യുമ്പം 54 എന്ന് കിട്ടി. അപ്പം നമുക്ക് x4 അറിയാം. x4 എന്നുള്ള 19, x11 എന്നുള്ളത് 54 എന്നും കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കോമൺ ഡിഫറൻസ് കാണാമല്ലോ. എന്ന് വെച്ചാൽ അടുത്തതിലോട്ട് റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദി സീക്വൻസ് എന്നാണ്. ഇതിലെ ആദ്യത്തെ 3 പദങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? x14നോട് എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? x11 കിട്ടാൻ 7 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം x11 കിട്ടാൻ. 7d ഈക്വൽ ടു x11 മൈനസ് x4 ഈക്വൽ ടു x11 എന്നുള്ളത് 54 മൈനസ് x4 19 ഈക്വൽ ടു 35. Therefore d equal to 35/7 equal to 5. നമുക്ക് പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി ഈസി ആയില്ല. ഇനി ആദ്യത്തെ ഫസ്റ്റ് 3 ടേംസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആദ്യത്തെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടേം x4 x11 ഉപയോഗിച്ച് നിങ്ങൾ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുക. ഫസ്റ്റ് ടേമിനോട് 3 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലല്ലേ x4 കിട്ടുന്നത്. therefore x1 ഈക്വൽ ടു x4 മൈനസ് 3d ഈക്വൽ ടു x4 എന്നുള്ളത് 19 മൈനസ് 3 ഇൻറ്റു കോമൺ ഡിഫറൻസ് 5 19 മൈനസ് 15 ഈക്വൽ ടു 4. അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടി 4 എന്ന്. അപ്പോൾ കോമൺ ഡിഫറൻസ് പറയാം. അപ്പം 3 ടേംസ് ആദ്യത്തെ ഏതൊക്കെയാണ്? x1 എന്നുള്ളത് 4, കോമൺ ഡിഫറൻസ് ഇവിടെ 5 ആണ്. അപ്പോൾ ഈ 5 ആഡ് ചെയ്യുമ്പോൾ സെക്കൻഡ് ടേം കിട്ടുമല്ലോ. നെക്സ്റ്റ് ടേം 9. 5 ആഡ് ചെയ്യുമ്പോൾ ഒരു 5 കൂടെ ആഡ് ചെയ്യുമ്പോൾ തേർഡ് ടേം കിട്ടും 14. 4, 9, 14 ആർ ദ 3 ടേംസ് ഓഫ് ദിസ് AS. മനസ്സിലായോ? 6th ക്വസ്റ്റ്യനിലോട്ട് പോകാം. അവിടെ ചോദിച്ചിരിക്കുന്ന ഒരു ASൻ്റെ 5th ടേം 42, 8th ടേം 62 ആണെങ്കിൽ ഫൈൻഡ് ദ സെക്കൻഡ് ടേം. അപ്പോൾ 5th ടേമും 8th ടേമും തന്നിട്ടുണ്ട്. സെക്കൻഡ് ടേമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് 5th ടേമിനോട് 3 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ 8th ടേം കിട്ടും. therefore 3d ഈക്വൽ ടു x8 മൈനസ് x5. നമ്പേഴ്സ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. 62 മൈനസ് 42. 3d എന്നുള്ളത് നമുക്ക് 20 കിട്ടും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സെക്കൻഡ് ടേം കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അങ്ങനെയാണെങ്കിൽ ഈ സെക്കൻഡ് ടേമിനോട് 3d ആഡ് ചെയ്താലാണ് x5 കിട്ടുന്നത്. 5th ടേം. അപ്പോൾ x2 ഈക്വൽ ടു x5 മൈനസ് 3d. x5 എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട് 42 മൈനസ് ഇവിടെ കിട്ടിയ 3d സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്കപ്പം കിട്ടി സെക്കൻഡ് ടേം ഈക്വൽ ടു 22. അതിൻ്റെ സെക്കൻഡ് പാർട്ട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ 14th ടേം? x14 ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. x14 കിട്ടാൻ ഇവിടെ തന്നിട്ടുള്ളത് x8നോട് എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? അതെ, 6d. ഇവിടെ നമുക്ക് 3dയുമായി കണക്ട് ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷനാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് 3d അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നത്. പ്ലസ് 3d പ്ലസ് 3d ഈക്വൽ ടു x8 എന്നുള്ളത് ഏത് ടേമാണ്? 62 പ്ലസ് 3d എന്നുള്ളത് 20 പ്ലസ് 20. 62ൻ്റെ കൂടെ 40 ആഡ് ചെയ്താൽ 102. അപ്പോൾ നമുക്ക് കിട്ടി 14th ടേം എന്നുള്ളത് x14 എന്നുള്ളത് 102 102 എന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടും കിട്ടി.
പിന്നെ ചോദിച്ചിരിക്കുന്നത് തേർഡ് പാർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 18 ടേംസ്. S18 ചോദിച്ചിരിക്കുന്നത്. എൻ്റെ കാണാനുള്ള ഫോർമുല n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് 18th ടേം. നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്ത് ഓർക്കുന്നുണ്ടോ? x1 പ്ലസ് 18 ഈക്വലാണ്. n എന്നുള്ളത് ഇവിടെ എത്രയാണ്? 18 ടേംസ് ഇൻറ്റു x1 പ്ലസ് x18 ഈക്വലായിട്ടുള്ള ഏതെങ്കിലും നമ്പേഴ്സ് ഇവിടെ തന്നിട്ടുണ്ടോ നോക്കിക്ക്. ഇവിടെ നമുക്ക് x5 അറിയാം, x8 അറിയാം, x14 അറിയാം. അപ്പോൾ ഈ x1 പ്ലസ് 1ഉം 18, അന്നേരം ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞായിരുന്നു 1ഉം 18ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 19 കിട്ടും. അപ്പോൾ ആ 19 കിട്ടത്തക്കവണ്ണമുള്ള താഴെയുള്ള ടേംസ് ഏതൊക്കെയാണ് വരുന്നത്? x5 പ്ലസ് x14 ഇല്ലേ, 1 പ്ലസ് 18 19, ഇവിടെ 5 പ്ലസ് 14 19 വരും. അപ്പോൾ ഇത് രണ്ടിൻ്റെയും സം എന്ന് പറയുന്നത് ഈ പെയറിൻ്റെയും സം എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. 18/2 ഈക്വൽ ടു 9 ഇൻറ്റു x5 എന്ന് പറയുന്നത് 42 പ്ലസ് x14 എന്ന് പറയുന്നത് നമുക്കിപ്പം കിട്ടി 102 ഈക്വൽ ടു 9 ഇൻറ്റു 42 പ്ലസ് 102 ഈക്വൽ ടു 144 ഈക്വൽ ടു 1296. അപ്പോൾ സം ഓഫ് 18 ടേംസ് എന്നുള്ളത് നമുക്ക് കിട്ടിയത് 1296. ഇവിടെ ഓർത്തിരിക്കുക, ഇവിടെ x1 പ്ലസ് x18 ഈക്വലാണ് x5 പ്ലസ് x14. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കുക. അതിൻ്റെ ആൻസറിൽ അത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്തതിലോട്ട് പോകാമല്ലോ. ഓക്കെ, 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ഈച്ച് സൈഡ് ഓഫ് എ സ്ക്വയർ വാസ് റെഡ്യൂസ്ഡ് ബൈ 2 centimeters ടു മേക്ക് എ സ്മോളർ സ്ക്വയർ, ഇറ്റ്സ് ഏരിയ ബിക്കെയിം 81 square centimeters. വാട്ട് വാസ് ദ ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദ ഒറിജിനൽ സ്ക്വയർ? ഒരു സ്ക്വയറിൻ്റെ സൈഡ് 2 centimeters റെഡ്യൂസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 81 cm². അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ സ്ക്വയറിൻ്റെ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഏരിയ ഓഫ് എ സ്ക്വയർ ഈക്വൽ ടു ഇഫ് ദ സൈഡ് ഓഫ് വൺ സൈഡ് ഈസ് എ, ഓൾ സൈഡ്സ് ആർ ഓഫ് ഈക്വൽ ലെങ്ത്, ഏരിയ ഈക്വൽ ടു എ സ്ക്വയർ. ഇതിൽ നിന്ന് 2 centimeters റെഡ്യൂസ് ചെയ്തു. അപ്പം a-2 the whole square ഈക്വൽ ടു 81. therefore a-2 ഈക്വൽ ടു റൂട്ട് ഓഫ് 81 ഈക്വൽ ടു 9 centimeter. അപ്പോൾ ആ ഒറിജിനൽ സ്ക്വയറിൻ്റെ ഒരു സൈഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കിട്ടിയതിനോട് 2 ആഡ് ചെയ്യുക. a-2 ഈക്വൽ ടു 9. therefore a ഈക്വൽ ടു 9 + 2 11. 8th ക്വസ്റ്റ്യൻ നോക്കാം. The algebraic form of an arithmetic sequence is 5n plus 2. What is the first term? എന്ത് ടേം ആണ് തന്നിരിക്കുന്നത്? 5n plus 2 എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം, ആദ്യ പദം കണ്ടുപിടിക്കാൻ. ഇവിടെ എന്നിന് എന്ത് ടേമിൽ 5n plus 2, അപ്പോൾ എന്നിന് 1 എന്ന് കൊടുക്കും. അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടും. x1 ഈക്വൽ ടു 5 ഇൻറ്റു എന്നിൻ്റെ അവിടെ 1 കൊടുക്കും. 5 ഇൻറ്റു 1 പ്ലസ് 2, 5 ഇൻറ്റു 1 5, 5 പ്ലസ് 2 ഈക്വൽ ടു 7. therefore the first term is 7. നമുക്കിവിടെ ആൻസർ തന്നിട്ടുണ്ട്, ചൂസ് ചെയ്താൽ മതി. therefore the correct answer is 7. നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ദാറ്റ് ദ അരിത്മെറ്റിക് സീക്വൻസ് 6 10 14 ഡസ് നോട്ട് കണ്ടെയ്ൻ എനി പെർഫെക്റ്റ് സ്ക്വയർ. ഇതിലെ ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഒരു പെർഫെക്റ്റ് സ്ക്വയറും ഇല്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇതിനകത്ത് പൂർണ്ണവർഗ്ഗങ്ങളൊന്നുമില്ലെന്ന്. 6 10 14 ഇതിൻ്റെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 10 - 6 4. ഇതിലെ ഏതെങ്കിലും രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം പൊതുവ്യത്യാസത്തിൻ്റെ ഗുണിതമാണോ എന്ന് നമുക്ക് നോക്കിയാൽ മതി. ഡിഫറൻസ് ഓഫ് എനി 2 terms ഓഫ് ദിസ് AS ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ഇറ്റ്സ് കോമൺ ഡിഫറൻസ്. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയാണ് ഇതിൽ എന്ത് ടേം, ഇതിൽ ഓൾജിബ്രൈക് ഫോം നമ്മൾ നോക്കുക. xn ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d. d എന്നുള്ളത്
4, ഇപ്പോൾ 4n പ്ലസ് F6 D4 4n പ്ലസ് 2 എന്ന് കിട്ടും. അപ്പോൾ ഇതിലെ ടേംസിൻ്റെ ഫോം 4n പ്ലസ് 2 ആണ്. പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ഫോം എന്ന് പറയുന്നത് n സ്ക്വയർ. അപ്പം ഈ ടേമും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. n സ്ക്വയർ മൈനസ് 4n പ്ലസ് 2. ഒന്നിൽ കൂടുതൽ ടേം ഉള്ളതുകൊണ്ട് ബ്രാക്കറ്റ് ഇട്ടു. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ n സ്ക്വയർ മൈനസ് 4n മൈനസ് 2. ഇത് 4ൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 അല്ലേ. 4ൻ്റെ മൾട്ടിപ്പിൾ ആണോ ഇല്ലയോ എന്ന് നോക്കി വെച്ചാൽ മതി. അപ്പം നോക്കിക്കേ, n സ്ക്വയർ മൈനസ് 4n മൈനസ് 2 ഇത് കംപ്ലീറ്റ് ആയിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുകയില്ല. Therefore, this arithmetic sequence does not contain any perfect square. മനസ്സിലായല്ലോ? ഇതിനെ വേറെ മെത്തേഡിലും ചെയ്യാൻ പറ്റും. ഇതാണ് ഈസി വേ. 10th ക്വസ്റ്റ്യൻ നോക്കാം. The product of two consecutive multiples of 4 is 672. നമ്പേഴ്സ് എക്സും 4ൻ്റെ മൾട്ടിപ്പിളാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അടുത്ത നമ്പർ കിട്ടാൻ എക്സും എക്സ് പ്ലസ് 4ഉം, അടുത്ത മൾട്ടിപ്പിൾ 4ൻ്റെ കിട്ടാൻ 4 ആഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ എക്സും എക്സ് പ്ലസ് 4ഉം അടുത്തടുത്ത മൾട്ടിപ്പിൾസ് ഓഫ് 4 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 672 കിട്ടുമെന്നാണ് പറഞ്ഞത്. ഓരോന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു എക്സ് 4x ഈക്വൽ ടു 672. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ബേസ്ഡ് ഓൺ ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്. അത് നമുക്ക് കിട്ടി. പിന്നെ പറഞ്ഞിരിക്കും വാട്ട് ആർ ദ നമ്പേഴ്സ്. അപ്പം നമുക്ക് എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. എക്സ് സ്ക്വയർ പ്ലസ് 4s കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ഈക്വൽ ടു, അതാണ് ഈസി വേ. ഇവിടെ നമുക്ക് ആഡ് ചെയ്യുന്ന നമ്പർ ഏതാണെന്ന് നോക്കാം. ഈ 4x എന്നുള്ളതിന് 2 ഇൻറ്റു 2xൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്താണ് 4x കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ആഡ് ചെയ്യേണ്ട നമ്പർ ഈ 2x കഴിഞ്ഞുള്ള നമ്പറിൻ്റെ സ്ക്വയർ ആയിരിക്കും. ഇവിടെ വരുമ്പോൾ 2 സ്ക്വയർ പ്ലസ് ഇവിടെ 2 സ്ക്വയർ ആഡ് ചെയ്യുകയാണെങ്കിൽ വാല്യൂ ചേഞ്ച് ചെയ്യാതിരിക്കാൻ ഇവിടെ നമ്മൾ 2 സ്ക്വയർ ആഡ് ചെയ്യണം. അപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് വരുന്നത് എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 672 പ്ലസ് 4 ഈക്വൽ ടു 676. അപ്പോൾ എക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് പ്ലസ് 2 ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 676 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 26. അപ്പോൾ എക്സിന് എക്സ് ഈക്വൽ ടു 26 മൈനസ് 2 24 ആൻഡ് നെഗറ്റീവ് 26 മൈനസ് 2 28. ഇവിടെ പറഞ്ഞിരിക്കുന്ന 2 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 4. അപ്പോൾ എക്സ് ഏതൊക്കെയാണ് വരുന്നത്? എക്സ് 24 ആണെങ്കിൽ അടുത്ത മൾട്ടിപ്പിൾ എക്സ് പ്ലസ് 4, ആൻസർ 28. നമ്പേഴ്സ് ഏതൊക്കെയാണ് വരുന്നത്? 24ഉം 28ഉമാണ് നമ്പേഴ്സ് വരുന്നത്. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ 672 കിട്ടുകയും ചെയ്യും. അപ്പോൾ ആൻസേഴ്സ് കിട്ടിയ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 24ഉം 28. 11ാം ക്വസ്റ്റ്യൻ നോക്കാം. The sum of the first n terms of an arithmetic sequence is 3n square plus 2n. Write the first term. ഇത് സമ്മാണ്, തുകയാണ് തന്നിരിക്കുന്നത് n ടേംസിൻ്റെ 3n സ്ക്വയർ പ്ലസ് 2n. അപ്പോൾ എന്നിന് 1 എന്ന് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേം കിട്ടും. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് S1. അത് ഒരു പദത്തിൻ്റെ തുക എന്ന് പറഞ്ഞാൽ ഒരു പദം മാത്രമേ വരത്തുള്ളൂ. ഫസ്റ്റ് ടൈം മാത്രമേ x1 ഈക്വൽ ടു എന്നിനവിടെ 1 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും 5 എന്ന്. എന്നിന് 2 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമിൻ്റെയും കൂടെ സമ്മ്, അതിന് 2 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 16 എന്ന്. അപ്പോൾ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും കൂടെ ആഡ് ചെയ്തതാണ് 16 കിട്ടിയത്. അതിൽ നിന്ന് സെക്കൻഡ് ടേം കണ്ടുപിടിക്കാൻ ആ സമ്മിൽ നിന്ന് ഫസ്റ്റ് ടേം സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന 11. ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും കിട്ടി. ഫസ്റ്റ് ടേം 5, സെക്കൻഡ് ടേം 11.
അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഈക്വൽ ടു 11 മൈനസ് 5 ഈക്വൽ ടു 6. ഇവിടെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ nth ടേം ഓഫ് ദ സീക്വൻസ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കിട്ടി, റൈറ്റ് ദ ഫസ്റ്റ് ടേം. സെക്കൻഡ് പാർട്ടും കിട്ടി, വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫസ്റ്റ് 2 ടേംസ്. ഇത് S2 എന്ന് പറയാൻ നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ലാസ്റ്റിൻ്റെ എന്ത് ടേം കാണുന്നത് dn പ്ലസ് എഫ് മൈനസ് ഡി. ഡി എന്നുള്ളത് കോമൺ ഡിഫറൻസ് 6n പ്ലസ് എഫ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് x1 മൈനസ് ഡി എന്ന് പറയുന്നത് 6. അപ്പോൾ അതിൻ്റെ ആൻസർ 6n മൈനസ് 1. അപ്പോൾ എന്ത് ടേം എന്ന് പറയുന്നത് ഈ സീക്വൻസിൻ്റെ എന്ത് ടേം എന്ന് പറയുന്നത് 6n മൈനസ് 1. ഇപ്പോൾ 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന എ വെജിറ്റബിൾ ഗാർഡൻ ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ റെക്ടാങ്കിൾ. ഇറ്റ്സ് ലാർജർ സൈഡ് ഈസ് 8 meters ലോങ്ങർ ദാൻ ദ സ്മോളർ സൈഡ്. ഏരിയ ഓഫ് ദിസ് ഗാർഡൻ ഈസ് 180 square meters. ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ബേസ്ഡ് ഓൺ ദ ഗിവൻ ഡേറ്റ. ഫൈൻഡ് ദ സൈഡ്സ് ഓഫ് ദിസ് റെക്ടാങ്കിൾ. ഒരു ഗാർഡൻ ഉണ്ട്, റെക്ടാങ്കിൾ ഷേപ്പാണ്. അതിൻ്റെ നീളം കൂടിയ സൈഡ് എന്ന് പറയുന്നത് ചെറുതിനേക്കാൾ 8 meters കൂടുതലാണ്. അതിൻ്റെ ഏറിയ പരപ്പളവ് തന്നിട്ടുണ്ട്, 180 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സൈഡ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏറിയ നമുക്കറിയാം, റെക്റ്റാങ്കിളിൻ്റെ ഏറിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇവിടെ ഒരു സൈഡ്സ് എക്സും x+8. അവിടെ നമ്മൾ എക്സും ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുമ്പം സൈഡ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, x ഇൻറ്റു x+8. ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ഇറ്റ് ഈസ് 180. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ, 8 ഇൻറ്റു എക്സ്, 8x ഈക്വൽ ടു 180. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കിട്ടി, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടി. എന്നിട്ട് പറഞ്ഞിരിക്കുന്ന നമ്മളോട് ഈ റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സ് കണ്ടുപിടിക്കാനാണ്. എക്സ് സ്ക്വയർ പ്ലസ് 8x കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ വെച്ച് നമുക്ക് പെട്ടെന്ന് ചെയ്യാം, ഈക്വൽ ടു 180. നമുക്കറിയാം x+5 ദ ഹോൾ സ്ക്വയർ വരുമ്പം എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് y സ്ക്വയർ. അപ്പോൾ ഇതിനെ മനസ്സിലാകാൻ വേണ്ടി 2 ഇൻറ്റു 4x എന്ന് എഴുതി. അപ്പം 2 ഉണ്ട്, ഇവിടെയുള്ള എക്സും ഉണ്ട്, ബാക്കിയുള്ള നമ്പർ ഏതാണ് 4. അപ്പോൾ ഇവിടെ ആഡ് ചെയ്യേണ്ട നമ്പർ 4 സ്ക്വയർ പ്ലസ് വാല്യൂ ചേഞ്ച് ആകാതിരിക്കാൻ ഇവിടെ 4 സ്ക്വയർ ആഡ് ചെയ്തു. അപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 4 സ്ക്വയർ, ദാറ്റ് ഈസ് x+4 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 180 പ്ലസ് 16 ഈക്വൽ ടു 196. എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ടേക്കിംഗ് സ്ക്വയർ റൂട്ട് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് വശത്തും നമ്മൾ അതിൻ്റെ വർഗ്ഗമൂലം എടുക്കുകയാണെങ്കിൽ കിട്ടും x+4 ഈക്വൽ ടു +or-14. ദാറ്റ് ഈസ് x+4 ഈക്വൽ ടു 14 ആൻഡ് x+4 ഈക്വൽ ടു -14. Then x equal to 14 minus 4 equal to 10 and x equal to -18. ഇവിടെ ഗാർഡൻ്റെ സൈഡിൻ്റെ ലെങ്ത് ആണ് പറഞ്ഞിരിക്കുന്നത്, നെഗറ്റീവ് വാല്യൂ വരില്ല. അപ്പോൾ ഇവിടെ ഒരു സൈഡ് കിട്ടി നമുക്ക് 10 meter. അടുത്ത സൈഡ് എന്ന് പറയുന്നത് എക്സിനെക്കാട്ടിൽ 8 meters കൂടുതലാവുന്നു. അപ്പോൾ സൈഡ്സ് ഏതൊക്കെയാണ് വരുന്നത്? സൈഡ്സ് 10 meter, ഒരു സൈഡ് 10 meterഉം അതിനെക്കാട്ടി 8 meter കൂടുതലുള്ള അടുത്ത സൈഡ് 18 meter. 12ൻ്റെ B. One of the perpendicular sides of a right triangle is 2 centimeters more than the other. The area of the right triangle is 24 square centimeters. Form a second degree equation. Find the length of the sides of the right triangle. പറഞ്ഞു ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ ആണ്. എൻ്റെ സൈഡ്സിൻ്റെ റിലേഷൻ പറഞ്ഞിട്ടുണ്ട്. ലാർജർ സൈഡ്, രണ്ട് സൈഡ്സ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സൈഡ്സ് തന്നിട്ടുണ്ട്. അതിൽ സ്മോളറിനെക്കാട്ടിൽ 2 centimeters കൂടുതലാണ് ലാർജർ. അപ്പോൾ ഒന്ന് എക്സായിട്ട് എടുക്കുകയാണെങ്കിൽ മറ്റേത് x+2. ഏരിയ ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ഇറ്റ് ഈസ് 24 centimeters square. ഏരിയ കാണാനുള്ള ഫോമുല നമുക്കറിയാം, ½ BH. ഇവിടെ ബേസും ഓൾട്ടിറ്റ്യൂഡും എക്സും x+2മാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇറ്റ് ഈസ് ഈക്വൽ ടു 24. x ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് 2x. 2 ഇൻറ്റു 24 ഈക്വൽ ടു 48. ഫസ്റ്റ് പാർട്ട് ഓവർ.
ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമുക്ക് കിട്ടി. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് എല്ലാം കണ്ടുപിടിക്കുക. അപ്പോൾ എക്സ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാൽ മതി. മുമ്പ് ചെയ്ത പോലെ തന്നെ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ വെച്ച് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് ഈക്വൽ ടു 48 പ്ലസ് ഡാഷ്. ഇവിടെയുള്ള ആഡ് ചെയ്യേണ്ട നമ്പർ ഇത് ഓൾറെഡി വളരെ സിമ്പിളായിട്ടുള്ള 2 × 1 × x. ഇപ്പോൾ ഇവിടെ ആഡ് ചെയ്യേണ്ടത് 1 സ്ക്വയർ, ഇവിടെയും 1 സ്ക്വയർ ആഡ് ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 49. സ്ക്വയർ റൂട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും എക്സ് പ്ലസ് 1 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 7. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 7 മൈനസ് 1 നെഗറ്റീവ് 7 മൈനസ് 1 ഈക്വൽ ടു 6 ആൻഡ് നെഗറ്റീവ് 8. Here we consider only the positive values. ലെങ്ത് ഓഫ് ദ സൈഡ്സ് ആണ്, അതുകൊണ്ട് നമ്മൾ അതിൻ്റെ പോസിറ്റീവ് വാല്യൂസ് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഒരു സൈഡ് എക്സ് ആയിട്ട് കിട്ടി, സൈഡ്സ് എക്സ് എന്നുള്ളത് 6 സെൻറ്റിമീറ്റർ കിട്ടി. അപ്പോൾ അതിനെക്കാട്ടി 2 സെൻറ്റിമീറ്റർ കൂടുതലാണ് അടുത്ത അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര 6 + 2 8 സെൻറ്റിമീറ്റർ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ റൈറ്റ് ട്രയാങ്കിൾ. അപ്പോൾ തേർഡ് ട്രയാങ്കിളും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് ഹൈപ്പോട്ടന്യൂസ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 6 8 ആകുമ്പോൾ ഇത് 10 ആയിരിക്കും. 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ അതിൻ്റെ റൂട്ട് എടുക്കും 100 കിട്ടും. അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ ഇവിടെ 10 സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് വെച്ച് നമുക്ക് പെട്ടെന്ന് ചെയ്യാം. 6 8 10 സെൻറ്റിമീറ്റർ. സൈഡ്സ് ആർ 6 8 and 10. 13th question. Consider the sequence of all 3-digit numbers which are multiples of 7. 3-digit numbers 3 അക്ക സംഖ്യകളും 7ൻ്റെ ഗുണിതങ്ങളുമായ സംഖ്യകൾ നോക്കുക. ഫൈൻഡ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേംസ് ഓഫ് ദി സീക്വൻസ്. 3 അക്ക സംഖ്യകൾ 3-digit numbers എന്ന് സ്റ്റാർട്ടിങ് ഫ്രം 100 അപ് ടു 999 999 വരെ ഇടയ്ക്കുള്ളത് 7ൻ്റെ മൾട്ടിപ്പിൾസ് നോക്കണം. അപ്പം 100 കഴിഞ്ഞുള്ള ആദ്യത്തെ 7ൻ്റെ മൾട്ടിപ്പിൾ കാണാൻ 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. റിമൈൻഡർ 2 ആണ്. അപ്പോൾ 7 കൊണ്ടുള്ള മൾട്ടിപ്പിൾ ആകുമ്പോൾ അതിനോട് 5 കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്പർ കിട്ടും 105 എന്നുള്ള. ലാസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ 999നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അത് 5 റിമൈൻഡർ കിട്ടും. അപ്പോൾ 999 നിൽക്കുന്ന നമ്പറാണ്. അപ്പോൾ അതിൽ നിന്ന് 5 കുറയ്ക്കുക. അപ്പോൾ ലാസ്റ്റ് ടേം കിട്ടും 994. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. സെക്കൻഡ് പാർട്ട്, ഹൗ മെനി ടേംസ് ആർ ദെയർ ഇൻ ദി സീക്വൻസ്. ഇതിനകത്ത് എത്ര സീക്വൻസ് ഉണ്ടെന്ന്. ലാസ്റ്റ് ടേം നമുക്കറിയാം 994. അപ്പോൾ എന്ത് ടേം dn + f - d എന്ന് പറയുന്നത് 994. അപ്പോൾ d എന്നുള്ളത് ഇവിടെ 7, n ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എഫ് 105 ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്. അപ്പോൾ 7n ഈക്വൽ ടു 994 മൈനസ് 98 ഈക്വൽ ടു 896. therefore n ഈക്വൽ ടു 896/7 ഈക്വൽ ടു 128. അപ്പോൾ നമുക്ക് എത്ര ടേംസ് ഉണ്ടെന്ന് കിട്ടി? 105 മുതൽ 994 വരെ 128 ടേംസ് ഉണ്ടെന്ന് കിട്ടി. പിന്നെ അതിൻ്റെ അടുത്ത പാർട്ടെന്ന് പറയുന്നത് ഫൈൻഡ് ദ സം ഓഫ് ഓൾ ടേംസ് ഇൻ ദി സീക്വൻസ്. ഈ 128 പദങ്ങളുടെ സമ്മാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn ഈക്വൽ ടു 128 ടേംസാണ്. 128/2 ഇൻറ്റു x1 എന്നുള്ളത് 105, xn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 994 ഈക്വൽ ടു 64 ഇൻറ്റു ഇതിനോട് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 1099 ഈക്വൽ ടു. ഇതൊന്ന് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി വെച്ചാൽ മതിയേ. ഈക്വൽ ടു ഫൈനൽ ആൻസർ കിട്ടും. സം ഓഫ് 128 ടേംസ് ഈക്വൽ ടു 70,336. 14th question. Calculate the sum of first 30 natural numbers. ആദ്യത്തെ 30 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം 1 + 2 + up to n. അത് കാണാനുള്ള ഫോമുലയാണ് n × n + 1/2. ഇവിടെ n എന്നുള്ള 30. അപ്പം 30 × 30 + 1/2
ഇവിടെ 13 2 കൂടെ ക്യാൻസൽ ചെയ്യാം, 15 കിട്ടും. 15 × 31 = 465. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ചോദിച്ചിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 30 നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 4. 4ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള 30 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം. അപ്പം 4 + 8 + up to 120. ഇത് മുകളിൽ ചെയ്തിരിക്കുന്ന അതുമായി കണക്ട് ചെയ്ത് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ആൻസർ കിട്ടും. അപ്പോൾ 4 ഔട്ട് സൈഡിലെടുക്കും, 1 + 2 + 3 + up to 30. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മൾ മുകളിൽ ചെയ്തിട്ടിട്ടുണ്ട്, = 465. അപ്പം 4 × 465 = 1860. ഇവിടെ തേർഡ് പാർട്ട് പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 30 ടേംസ് ഓഫ് ദ സീക്വൻസ് ഒബ്റ്റെയിൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് ദ നാച്ചുറൽ നമ്പേഴ്സ് ബൈ 4. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യും, അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുകയും ചെയ്യുന്ന അങ്ങനെയുള്ള നമ്പേഴ്സിൻ്റെ സമ്മാണ് പറഞ്ഞിരിക്കുന്നത്. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 1 ആഡ് ചെയ്യണം. 4 + 1, അടുത്തത് വരുന്നത് 12 + 1, അങ്ങനെ ലാസ്റ്റ് ടൈം വരുമ്പം 120 + 1. ഇതിൻ്റെ സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ 4ഉം 8ഉം എല്ലാം കൂടെ അടുപ്പിച്ചെഴുതി. 4 + 8 + 12 up to 120 + 1 എത്ര പ്രാവശ്യമുണ്ട്? 1 എന്ന് പറയുന്നത് 30 ടേംസ് അല്ലേ ഉള്ളൂ, അപ്പം 30 പ്രാവശ്യം. അപ്പം 1 × 30. ഇതിൻ്റെ ആൻസർ നമുക്ക് മുകളിൽ നിന്ന് അറിയാമല്ലോ, എത്ര കിട്ടും? 1860. 1 × 30 30. അപ്പോൾ ഫൈനൽ ആൻസർ 1890. ആ തേർഡ് പാർട്ടിൻ്റെ കൂടെ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ദി സീക്വൻസ്. ഇതിൻ്റെ n ടേംസിൻ്റെ സീക്വൻസിൻ്റെ സം കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സം കാണാനുള്ള ഫോമിൽ പിന്നെയും n/2 × x1 + xn. xn നമുക്കറിയത്തില്ല. xn = dn + f - d = d എന്നുള്ളത് ഇവിടെ എത്രയാണ്? ടേംസ് ഒരു 5 9 13 ആണ് വരുന്നത്. അപ്പം d എന്നുള്ളത് 4n + ഫസ്റ്റ് ടേം എന്നുള്ളത് 5 - d = 4n + 1. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ ആൻസർ കിട്ടും. n/2 × x1 എന്നുള്ളത് 5 + xn എന്നുള്ളത് 4n + 1 = n/2 × 4n + 6 = ഇത് രണ്ടിൽ ഞാൻ 2 കോമൺ ആയിട്ട് എടുത്തു. n/2 × 2 കോമൺ ആയിട്ട് എടുത്തു കഴിയുമ്പോൾ ഇവിടെ 2n + 3. ഇത് ക്യാൻസൽ ചെയ്ത് ഫൈനൽ ആൻസർ n × 2n = 2n² + 3 × n 3n. അപ്പോൾ സം ടു n ടേംസ് എന്ന് പറയുന്ന ആൻസറ് കിട്ടിയേക്കുന്നത് 2n² + 3n. 15th question. A person is asked to say a number from the first 10 natural numbers. ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് പറയാൻ പറയുന്നത്. അപ്പോൾ ടോട്ടൽ നമ്പേഴ്സ് ഇവിടെ 10. ഇതിൽ പ്രോബബിലിറ്റി ഫോർ ദ നമ്പർ ടു ബി ഓഡായിട്ടുള്ള നമ്പേഴ്സ് ആകാനുള്ള സാധ്യത എത്ര? ഓഡ് നമ്പേഴ്സ് 10 വരെയുള്ളതിലുള്ള 1 3 5 7 9. അപ്പോൾ അതെത്ര നമ്പേഴ്സ് ഉണ്ട്? 5. അപ്പം പ്രോബബിലിറ്റി ഫോർ ദ നമ്പർ ടു ബി ഓഡ് = 5 ടോട്ടൽ നമ്പേഴ്സ് കട്ട് ചെയ്യുമ്പോൾ 1/2. അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സെക്കൻഡ് പാർട്ട് പറഞ്ഞിരിക്കുന്ന പ്രോബബിലിറ്റി ഫോർ ദ നമ്പർ ടു ബി എ മൾട്ടിപ്പിൾ ഓഫ് 3. 3യുടെ മൾട്ടിപ്പിൾ ആകാനുള്ള ചാൻസ് 3 6 9. അപ്പോൾ അത് കാണാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 3/10. ഇവിടെ ആൻസർ പറഞ്ഞിരിക്കുന്നത് 2/3 ആണ്, അതുകൊണ്ട് കറക്റ്റ് ആൻസർ അല്ല. തേർഡ് പാർട്ട് നോക്കിക്കേ. പ്രോബബിലിറ്റി ഫോർ ദ നമ്പർ ടു ബി എ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ് 10ൽ താഴെയുള്ളത്? 2 3 5 7. അപ്പോൾ ഇത് എത്ര നമ്പേഴ്സ് ഉണ്ട്? 4.
അപ്പോൾ പ്രോബബിലിറ്റി ഫോർ ദ നമ്പർ ടു ബി എ പ്രൈം എന്ന് പറയുമ്പോൾ 4 ടോട്ടൽ നമ്പർ 4/10 ഈക്വൽ ടു കട്ട് ചെയ്യുമ്പോൾ 2/5. അപ്പോൾ അതിൻ്റെ ആൻസർ അതവിടെ തന്നിരിക്കുന്നത് കറക്റ്റാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 3യും കറക്റ്റാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ പ്രോബബിലിറ്റി ഫോർ ദ നമ്പർ ടു ബി എ പെർഫെക്റ്റ് സ്ക്വയർ. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് 10-നകത്തുള്ളത് ഏതൊക്കെയാണ്? 1, 4, 9. ഇവിടെ 3 നമ്പേഴ്സാണ് ഉള്ളത്. അപ്പം പ്രോബബിലിറ്റി ഫോർ ദ നമ്പർ ടു ബി എ പെർഫെക്റ്റ് സ്ക്വയർ പൂർണ്ണവർഗമാകാനുള്ള സാധ്യത എത്രയാണ്? 3/10. അപ്പോൾ അതിവിടെ തന്നിരിക്കുന്നത് 1/4 ആണ്. അപ്പോൾ അതുകൊണ്ട് അത് ആൻസർ ശരിയല്ല. ഈ തന്നിരിക്കുന്നതിലെ സ്റ്റേറ്റ്മെൻറ്റ് ആൻസേഴ്സ് ഇത് 1ഉം 3യുമാണ് കറക്റ്റായിട്ടുള്ളത്. 1ഉം 3യും കറക്റ്റായിട്ടെന്നുള്ളതിൻ്റെ ആൻസേഴ്സ് 1ഉം 3യും ആൻസേഴ്സ് ഏതാണ് വരുന്നത്? 1ഉം 3യും ബി. ആൻസർ ഈസ് ബി. 16th question, consider all 3-digit numbers that can be written by using the digits 2, 5, 7 without repeating the digits. If one number is taken from this, what is the probability that the number is greater than 500? അപ്പം പറഞ്ഞിരിക്കുക 3-digit നമ്പേഴ്സാണ്. അപ്പോൾ 3-digit നമ്പേഴ്സ് 100 മുതൽ 999 വരെയാണ് പറഞ്ഞിരിക്കുക. 2, 5, 7 ഈ നമ്പേഴ്സ് ഉപയോഗിച്ച് റിപ്പീറ്റ് ചെയ്യാതെ 3-digit നമ്പേഴ്സ് എഴുതാൻ. അന്നേരം നമുക്ക് എഴുതാൻ പറ്റുന്ന ആദ്യത്തെ 257, 275, 5 ഫസ്റ്റിൽ കൊണ്ടുവന്ന് 527, പിന്നെ ഇതിന് തിരിച്ചിടാം 572, 725, 752. ഇങ്ങനെയുള്ള എത്ര നമ്പേഴ്സ് ഉണ്ട്? ടോട്ടൽ നമ്പേഴ്സ് 6. അതിലെ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 500. 500-നെക്കാട്ടി കൂടുതലുള്ള ഏതൊക്കെ നമ്പറുകളുണ്ട്? 527, 572, 725, 752. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് 4 നമ്പേഴ്സേ ഉള്ളൂ. Therefore the probability that the number is greater than 500 equal to 4/6. The 17th question. There are 2 game boards where the small squares are all equal in size. Playing by putting dots on each game board without looking into it, the game is won if the dot is placed in the shaded part. 2 ഗെയിം ബോർഡ് ഉണ്ട്. എല്ലാ സ്ക്വയേഴ്സും ഈക്വലാണ് സൈസിൽ. നമ്മളൊരു ഡോട്ട് ഇടുകയാണ്. ഷെയ്ഡഡ് പാർട്ടിൽ ആ ഡോട്ട് വീഴുകയാണെങ്കിലാണ് ജയിക്കുന്നത്. ഫസ്റ്റ് പാർട്ട്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ടു വിൻ ഇഫ് പ്ലേയിങ് ഇൻ ദ ഫസ്റ്റ് ഗെയിം ബോർഡ്. അപ്പോൾ ഫസ്റ്റ് ഗെയിം ബോർഡിലെ പ്രോബബിലിറ്റി ഓഫ് പുട്ടിങ് ഡോട്ട് നോക്കാം. ടോട്ടൽ സ്ക്വയേഴ്സ് ഫസ്റ്റ് ഗെയിം ബോർഡിൽ എത്രയാണുള്ളത്? ടോട്ടൽ സ്ക്വയേഴ്സ് ഇവിടെ 10 ഷെയ്ഡഡ് സ്ക്വയേഴ്സ് ഓഫ് 5. അപ്പം പ്രോബബിലിറ്റി ഓഫ് പുട്ടിങ് എ ഡോട്ട് ഇൻ ദ ഷെയ്ഡഡ് പാർട്ട് എന്ന് പറയുമ്പോൾ 5/10 ഈക്വൽ ടു 1/2. സെക്കൻഡ് പാർട്ട് ചോദിച്ചിരിക്കുന്നത് പ്ലേയിങ് വിത്ത് വിച്ച് ഗെയിം ബോർഡ് ഗീവ്സ് ബെറ്റർ ചാൻസ് ടു വിൻ. അപ്പോൾ നമ്മൾ ഈ ഗെയിം ബോർഡ് 2ലെയും പ്രോബബിലിറ്റി നോക്കണം. അവിടെയും ടോട്ടൽ സ്ക്വയേഴ്സ് എത്രയാണ്? ടോട്ടൽ സ്ക്വയേഴ്സ് 15, ഷെയ്ഡഡ് സ്ക്വയേഴ്സ് 7. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 7/15. അപ്പോൾ 1/2 ആണോ 7/15 ആണോ ഗ്രേറ്റർ ആയിട്ടുള്ളതെന്ന് നോക്കി വെച്ചാൽ അതായിരിക്കും. അപ്പോൾ 1/2 കാണാനുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ 1/2 7/15 എഴുതുക. അപ്പം ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 15ഉം 2 × 7ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിലെ 15 ഈസ് ഗ്രേറ്റർ ദാൻ 14. Therefore 1/2 ഫസ്റ്റിൽ എഴുതിയ നമ്പർ 1/2 ഈസ് ഗ്രേറ്റർ ദാൻ 7/15. ഇപ്പോൾ പ്ലേയിങ് വിത്ത് വിച്ച് ഗെയിം ബോർഡെന്ന് ചോദിച്ചേക്കുന്നത്. പ്ലേയിങ് വിത്ത് ദ ഫസ്റ്റ് ഗെയിം ബോർഡ് gives better chance to win. Okay. 18th question. A circle with the center C is divided into 3 sectors. സർക്കിളിനെ 3 വൃത്താംശമായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നു. എ ഡോട്ട് ഈസ് പ്ലേസ്ഡ് ഇൻ ദ സർക്കിൾ. ഡോട്ട് സർക്കിളിൽ ഇടുന്നു. ഫസ്റ്റ് പാർട്ട്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ഡോട്ട് ഈസ് ഇൻ ദ സെക്ടർ വിത്ത് സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി. ഈ 60 ഡിഗ്രിയിൽ ഈ ഡോട്ട് ഇടാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അത് കാണാൻ ആംഗിൾ അറൗണ്ട് ഈ സി എന്നുള്ള പോയിൻറ്റിൻ്റെ ചുറ്റിനുമുള്ള ആംഗിൾ, ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി. അപ്പോൾ ഈ ഡോട്ട് ഈ 60 ഡിഗ്രിയിലാകാനുള്ള പ്രോബബിലിറ്റി സാധ്യത എന്ന് പറയുന്നത് 60/360 കട്ട് ചെയ്യുമ്പോൾ 1/6. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞേക്കുന്നത് ഈ എക്സ് ഡിഗ്രിയിൽ ഒരു ഡോട്ട് ഇടുമ്പോഴുള്ള സാധ്യത പ്രോബബിലിറ്റി എന്നുള്ളത് 4/9 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ x/360
360 എന്ന് പറയുന്ന 4/9 എന്ന് തന്നിട്ടുണ്ട്. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എക്സ് ഈക്വൽ ടു 360 ഇൻറ്റു 4/9. 369 കൂടെ നമുക്ക് കട്ട് ചെയ്യാം. 40 എന്ന് കിട്ടും. 40 ഇൻറ്റു 4 160 ഡിഗ്രി. അപ്പോൾ എക്സ് എന്നുള്ളത് 160 ഡിഗ്രി കിട്ടി. ഈ ആംഗിള് 60 ഡിഗ്രി. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 220 കിട്ടും. ഇപ്പോൾ ഈ ആംഗിൾ ഷെയ്ഡഡ് റീജിയൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 360 മൈനസ് ഈ രണ്ട് ആംഗിളിൻ്റെ സം, അതെന്ന് പറയുന്നത് 220. അതാണ് 360 മൈനസ് 220. അതെന്ന് പറയുന്നത് ഷെയ്ഡഡ് റീജിയൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 140. അപ്പോൾ അവിടെയുള്ള പ്രോബബിലിറ്റി ഡോട്ട് ഷെയ്ഡഡ് റീജിയനിലാകാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ ആംഗിൾ ബൈ 360. അവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 140. അപ്പോൾ 140/360 കട്ട് ചെയ്യുമ്പോൾ 7/18 കിട്ടും. 19th question. Every 2-digit number less than 30 are written in slips of paper and all the slips are put in a box. If one slip is drawn, first part, what is the probability that this number is a multiple of 5? പറഞ്ഞിരിക്കുന്ന 2-digit നമ്പേഴ്സ് ലെസ് ദാൻ 30, 30-നേക്കാൾ കുറവായ രണ്ടക്ക സംഖ്യകൾ ഒരു പേപ്പറിൽ എഴുതി ഒരു ബോക്സിലിടുന്നു. അതൊരു 5ൻ്റെ ഗുണിതമാകാനുള്ള സാധ്യതയാണ് ചോദിച്ചിരിക്കുന്നത്. ലെസ് ദാൻ 30 ആൻഡ് ദ നമ്പേഴ്സ് ആർ 2-digit. അപ്പം ഫസ്റ്റ് 2-digit നമ്പർ എന്നുള്ളത് 10 മുതൽ 29 വരെയുള്ള നമ്പേഴ്സാണ്. ടോട്ടൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 20. അപ്പോൾ ടോട്ടൽ നമ്പേഴ്സ് 20 കിട്ടി. നമുക്ക് പറഞ്ഞിരിക്കുന്ന ഓരോന്നിൻ്റെ കണ്ടീഷൻ നോക്കുക. ഫസ്റ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 5. ഈ 10നും 29നും ഇടയ്ക്കുള്ള 5ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 10, 15, 20, 25. അപ്പം 4 നമ്പേഴ്സാണുള്ളത്. അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 4 ടോട്ടൽ നമ്പർ 20 ഈക്വൽ ടു 1/5. അടുത്ത പറഞ്ഞിരിക്കുന്ന റൈറ്റ് ഇൻ ഡെസിമൽ ഫോം ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ബീയിങ് 5. അപ്പോൾ നമ്മൾ എഴുതുന്ന നമ്പേഴ്സിലെ ഡിജിറ്റ്സിൻ്റെ സം എന്ന് പറയുന്നത് 5 ആയിരിക്കണം. 1 എഴുതുമ്പോൾ 4 വന്നാലേ അതിൻ്റെ സം 5 ആകത്തുള്ളൂ. പിന്നെ 1 എഴുതിയാൽ ഒന്നും വേറെ വരത്തില്ലല്ലോ. പിന്നെ 20 കഴിഞ്ഞുള്ളത് നോക്കിക്കുക. 2 എഴുതുമ്പോൾ സം 5 വരണമെങ്കിൽ ഇവിടെ 3 വരണം, 23. പിന്നെ വേറെ നമ്പേഴ്സൊന്നുമില്ല. അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് the sum of the digits is sum, ഷോർട്ടായിട്ട് ഞാനങ്ങ് എഴുതാം, ഈക്വൽ ടു 5 എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇവിടെ 2 നമ്പേഴ്സാണുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി 2/20 ഈക്വൽ ടു 1/10. റൈറ്റ് ഇൻ ഡെസിമൽ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ക്യാൻ ബി റിട്ടൺ ആസ് 0.1. തേർഡ് പാർട്ട് നോക്കാം. What is the probability that the sum of the digits being a perfect square? 10ൻ്റെയും 29ൻ്റെ ഇടയ്ക്കുള്ളതിൻ്റെ നമ്പേഴ്സിലെ സം എടുക്കുമ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ വേണം. അപ്പോൾ ഫസ്റ്റ് നമ്പർ തന്നെ 1, 0 എടുക്കുമ്പോൾ 1 കിട്ടും. അതൊരു പെർഫെക്റ്റ് സ്ക്വയറാണ്. പിന്നെ 1 എടുക്കുമ്പോൾ ഏതാണ് വരുന്നത്? 4 കിട്ടും, 30. പിന്നെ 1 എടുക്കുമ്പോൾ നമുക്ക് 18, 1, 8, 19. അപ്പം 20 വരെയുള്ളതിൽ എത്രയുള്ള നമ്പേഴ്സ്? 20 കഴിഞ്ഞുള്ളത് നോക്കിക്കേ. 1 ഉള്ളത് നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ലല്ലോ. പിന്നെ 4 ഉള്ളത് വരുന്നത് പെർഫെക്റ്റ് സ്ക്വയറാണ്. 4 കിട്ടണമെങ്കിൽ 22, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 4. പിന്നുള്ളത് 4 കഴിഞ്ഞ് 9 വരണം. 9 വരണേ 27, 27 കൂടെ ആഡ് ചെയ്താൽ 9 കിട്ടും. അപ്പോൾ ഇങ്ങനെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് 10, 13, 18, 28, 27 കിട്ടി. അപ്പോൾ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് ഇവിടെയുള്ള ടോട്ടൽ നമ്പർ 5. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 5 ടോട്ടൽ നമ്പർ 20 ഈക്വൽ ടു 1/4. എല്ലാവർക്കും മനസ്സിലായല്ലോ? വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. (19B) A box contains 10 black beads and 15 white beads. Total 25. Second box contains 15 black beads and 25 white beads. Total 40. If one bead is taken from each box, then ആദ്യത്തേതിൽ 10
കറുത്ത മുത്തുകളും 15 വെളുത്ത മുത്തുകളും ഉണ്ട്. രണ്ടാമത്തെ ബോക്സിൽ 15 ബ്ലാക്ക് മുത്തുകളും 25 വെള്ള മുത്തുകളുമുണ്ട്. പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് എ നമ്പർ ഓഫ് പോസിബിൾ പെയർസ്, അതിൽ നിന്ന് ആകെയുള്ള എത്ര ജോഡികളുണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം പോസിബിൾ പെയർസ് ഈക്വൽ ടു ടോട്ടൽ 25 × 40 ഈക്വൽ ടു 1000 1000. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബ്ലാക്ക്, രണ്ടും ബ്ലാക്ക് ആകാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ആദ്യത്തേതിൽ ബ്ലാക്ക് 10, രണ്ടാമത്തേതിൽ ബ്ലാക്ക് 15. അപ്പോൾ 10 × 15 by 1000 that is equal to 3/20. Third part, what is the probability of getting at least one white, ഒരു വൈറ്റ് ബീഡെങ്കിലും കിട്ടണം. അപ്പോൾ ആദ്യത്തേതിൽ ഒരു വൈറ്റ് ബീഡും രണ്ടാമത്തേതിൽ ഒരു ബ്ലാക്കും ആകാം. അപ്പോൾ 15 × 15 ഇവിടെ, പിന്നെ ഒരെണ്ണമെങ്കിലും വേണമെന്ന്. അപ്പോൾ ഇവിടുത്തെ ബ്ലാക്കും ഇവിടുത്തെ വൈറ്റും ആകാം. അപ്പോൾ അതാണ് 10 × 25 പ്ലസ് ഒരെണ്ണമെങ്കിലും വൈറ്റ് ആകണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ 2 വൈറ്റ് ആയാലും പ്രശ്നമില്ല. 15 × 25 അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഈക്വൽ ടു 850/1000 കട്ട് ചെയ്യുമ്പോൾ 17/20. ഫോർത്ത് പാർട്ട് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് വൺ ബീയിങ് ബ്ലാക്ക് ആൻഡ് അതർ ബീയിങ് വൈറ്റ്, ഒന്ന് ബ്ലാക്കും ഒന്ന് വൈറ്റും ആകാനുള്ള പ്രോബബിലിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഇവിടുത്തെ ബ്ലാക്ക് 10 × ഇവിടുത്തെ വൈറ്റ് 10 × 25 പ്ലസ് ഇവിടുത്തെ വൈറ്റ് × ഇവിടുത്തെ ബ്ലാക്ക് 15 × 15 ഈക്വൽ ടു 475/1000 കട്ട് ചെയ്യുമ്പോൾ 19/40. 20th ക്വസ്റ്റ്യൻ അവിടെ 4 ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. കറക്റ്റ് മെഷർമെൻ്റ് ഉള്ള ഏതാണെന്നാണ് നോക്കിയത്. നമുക്കറിയാം സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ സം ഓഫ് ദ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ടു 180. പിന്നെ ഈ സെൻട്രൽ ആംഗിളിലൂടെ നോക്കൂ. ഇവിടെ നോക്കിയാൽ ഇത് രണ്ടും കറക്റ്റ് ആകുന്നുണ്ട്, 58 ഡബിൾ ആകുന്നുണ്ട്. ഇത് സെൻട്രൽ ആംഗിൾ, പക്ഷേ 80 50 കൂടെ അത് ഈ രണ്ട് ആംഗിൾസ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടണം. അപ്പോൾ ഇത് കറക്റ്റ് അല്ല. ഇവിടെ നോക്കിക്കേ, ഇത് രണ്ടും കൂടെ ഓപ്പോസിറ്റ് ആംഗിൾസ് സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ ഓപ്പോസിറ്റ് ചക്രീയ ചതുർഭുജത്തിൻ്റെ എതിർകോണുകൾ അനുപൂരകമാണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടുന്നില്ല. അപ്പോൾ ഇതുമല്ല. ഈ തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ 55ൻ്റെ ഡബിൾ ഇവിടെ ആകുന്നുണ്ട്, 110 ആകുന്നുണ്ട്. ഈ 55 125 കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 ആവുന്നുണ്ട്. അപ്പോൾ ഈ കറക്റ്റ് മെഷർമെൻ്റ് ഉള്ളത് ഈ സി എന്ന ഫിഗറിലാണ്. ഇവിടെ ആണെങ്കിലും കറക്റ്റ് ആകുന്നില്ല. അപ്പോൾ നോക്കേണ്ട കാര്യമില്ല, ഇവിടെ തന്നെ ഒരെണ്ണം നമുക്ക് കറക്റ്റ് ആയിട്ടുണ്ട്. സി ഈസ് ദ കറക്റ്റ് ആൻസർ സി. 21st ക്വസ്റ്റ്യൻ, 2 സ്റ്റേറ്റ്മെൻറ്റാണ് തന്നിരിക്കുന്നത് ഈ ഫിഗറിനെ ബേസ് ചെയ്തുകൊണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് 1, O is a center and PQ is a chord. PQ ഒരു ഞാണാണ്. പറഞ്ഞിരിക്കുന്ന ആംഗിൾ PRQ, ഈ ആംഗിൾ 50 ഡിഗ്രി, ഈ ആംഗിൾ 50 ഡിഗ്രി. ഇത് രണ്ടും കറക്റ്റാണ്. എന്താ ആംഗിൾ ഇൻ ദ സെയിം സെഗ്മെൻറ്റ് ആർ ഈക്വൽ. അതുകൊണ്ട് അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകൾ തുല്യമാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്ന ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് 90. ഒരു അർദ്ധവൃത്തത്തിലെ കോണ് 90 ആണ്. പക്ഷേ ഇത് തമ്മിൽ ഒരു ബന്ധവും ഇല്ലാതാണ് ഇവർ പറഞ്ഞേക്കുന്നത്. 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്, ഒരു ബന്ധവുമില്ല. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യുമ്പോൾ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. പിന്നെ ആദ്യത്തെ റീസൺ അല്ല രണ്ടാമത്തെ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് നോട്ട് ദ റീസൺ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് 1. അപ്പോൾ ആൻസർ ഈസ് ഡി. ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. 22ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ABPCD ഇവ സർക്കിളിലെ പോയിൻ്റാണ്. സെൻറ്റർ O ആണ്. ആംഗിൾ AOB 130 എന്ന് പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ AOB ഇത് 130 എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആംഗിൾ ADB, ഈ ആംഗിളാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നോക്കിക്കേ, ഈ ആംഗിളും ഈ സെൻട്രൽ ആംഗിളും ഈ ആംഗിളും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഈ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും ഇത്. അതാണ് ആദ്യം എഴുതിയിരിക്കുന്ന ആംഗിൾ ADB ഈക്വൽ ടു ഹാഫ് ഓഫ് ആംഗിൾ AOB ഈക്വൽ ടു, അപ്പോൾ ഈ AOBയുടെ ഹാഫാണിത്. അപ്പോൾ ഈ ആംഗിൾ 65 എന്ന് വരും. പിന്നെ AC ഫസ്റ്റ് പാർട്ട് കിട്ടി. AC എന്നുള്ള ഡയമീറ്ററാണ്. അപ്പോൾ ഈ ആംഗിൾ ADC എന്നുള്ള 90 വരും. അപ്പോൾ ഒരെണ്ണം 65 ആണ്, മറ്റേ ആംഗിൾ 90 - 65 ഈക്വൽ ടു 25 കിട്ടി. അപ്പോൾ ഈ ആംഗിൾ BDCയും കിട്ടി 25. പിന്നെ ചോദിച്ചിരിക്കുന്ന ആംഗിൾ BPC, ഈ ആംഗിളാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ ആംഗിൾ നോക്കിക്കേ, ഈ BPCD എന്നുള്ള ക്വാഡ്രിലാറ്ററൽ നോക്കിയേ, ഇറ്റ് ഈസ് സൈക്ലിക്.
4 points are on the circle. അപ്പോൾ സം ഓഫ് ദ ഓപ്പോസിറ്റ് ആംഗിൾസ് 180. അപ്പോൾ ആംഗിൾ ബി ഡി സിയും ആംഗിൾ ബി പി സിയും കൂടെ ആഡ് ചെയ്താൽ 180 കിട്ടും. ബി ഡി സി 25 എന്നിവിടെ കിട്ടി. അപ്പോൾ ആംഗിൾ ബി പി സി എന്നായിരിക്കും 180 മൈനസ് 25 ഈക്വൽ ടു 155. Therefore ആംഗിൾ ബി പി സി ഈക്വൽ ടു 155. 23ാമത്തെ ക്വസ്റ്റ്യൻ. സെൻറ്റേഴ്സ് ഓഫ് സർക്കിൾസ് ആർ സി ആൻഡ് ഒ. ഈ രണ്ട് സർക്കിളിൻ്റെ സെൻറ്റേഴ്സ് സിയും ഒയും സർക്കിൾസ് ഇൻ്റർസെക്റ്റ് അറ്റ് പി ആൻഡ് ആർ. ഈ രണ്ട് സർക്കിൾസ് പിയിലും ആറിലും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ആംഗിൾ തന്നിട്ടുണ്ട് നമുക്ക്, ആംഗിൾ പി ക്യു ആർ. ഈ ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗിളാണ് ആദ്യം കാണാൻ പറഞ്ഞേക്കുന്നത്. നോക്കിക്കേ, ഇതിൻ്റെ ഡബിൾ അല്ലേ ഈ ആംഗിൾ. അപ്പോൾ therefore ആംഗിൾ പി ഒ ആർ ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ പി ക്യു ആർ. അതാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. ആംഗിൾ പി ഒ ആർ ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ പി ക്യു ആർ. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് കിട്ടും 70യുടെ ഡബിളാണ് കിട്ടും. ഈ ആംഗിൾ 140. പിന്നെ അടുത്ത് കാണാൻ പറഞ്ഞിരിക്കുന്നത് ആംഗിൾ പി എസ് ആർ. ഈ ആംഗിളെ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. നോക്കിക്കേ, ക്വാഡ്രിലാറ്ററൽ പി ഒ ആർ എസ്. പി ഒ ആർ എസ്. ഇറ്റ്സ് 4 വെർട്ടീസസ് ആർ ഓൺ ദി സർക്കിൾ. 4 മൂലകളും ഈ വൃത്തത്തേലാണ്. അതുകൊണ്ട് ഇത് ചക്രീയം, സൈക്ലിക്കാണ്. അതുകൊണ്ട് സം ഓഫ് ദ ഓപ്പോസിറ്റ് ആംഗിൾസ് 180. ഇത് 140 ആയതുകൊണ്ട് 180 മൈനസ് 140 ഈക്വൽ ടു 40. അപ്പോൾ ഈ ആംഗിൾ 40 കിട്ടി. അതാണ് സെക്കൻഡ് പാർട്ട്. തേർഡ് പാർട്ടിയാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ആംഗിൾ പി സി ആർ. ഇതിൻ്റെ ഈ ആംഗിളും തമ്മിലുള്ള റിലേഷൻ ഈ ആംഗിളിൻ്റെ ഡബിള്. അപ്പോൾ 40യുടെ ഡബിള് 80. അപ്പോൾ അവർ വർക്ക്ഷീറ്റായിട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. പെട്ടെന്ന് എന്താണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ ഓരോന്നും കണ്ടുപിടിക്കേണ്ടതെന്നും ചോദിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 23ൻ്റെ ബി. അവിടെ പറഞ്ഞിരിക്കുന്നത് 2 സർക്കിൾസ് ഉണ്ട്. അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് എയിലും ബിയിലുമാണ്. സിയും ഒയും സെൻറ്റേഴ്സാണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പി ബി ക്യു ആർ ദ പോയിൻറ്റ്സ് ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ. അതൊരു നേർ വരയിലാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എ പിയും എ ക്യൂവും ഡയമീറ്റേഴ്സാണ്. നമുക്ക് ആദ്യം അതിനെ എ ബി ജോയിൻ ചെയ്തു. എ ബി ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കാണാം എ പി ഡയമീറ്റർ ആയതുകൊണ്ട് ഈ ആംഗിൾ സെമി സർക്കിളാണ് വരുന്നത് എ ബി പി എന്നുള്ളത്. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി. അതേപോലെ ഇത് എ ക്യൂവും ഡയമീറ്ററാണ് ഈ ചെറിയ സർക്കിളിൻ്റെ. അപ്പോൾ ഈ ആംഗിൾ 90 ഡിഗ്രി. ആംഗിൾ എ ബി ക്യൂ ബി എ എന്ന് പറയുന്ന ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇത് ഈ 2 ആംഗിൾസ് 90 ആണ്. ബി എന്നുള്ളത് ഈ 2 ആംഗിളിന് കോമൺ പോയിൻ്റാണ്. പി ബി എയുടെയും ക്യൂ ബി എയുടെയും കോമൺ പോയിൻ്റാണ് ബി. പോരാഞ്ഞ് അതിൻ്റെ 2 ആംഗിളിൻ്റെയും കൂടെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയുമാണ്. അതുകൊണ്ട് ഈ പി ബി ക്യൂ ആർ ദ പോയിൻറ്റ്സ് ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ. ബി കോമൺ പോയിൻറ്റും സം ഓഫ് ദ ആംഗിൾസും 180 ആയതുകൊണ്ട് ഈ 3 പോയിൻറ്റ്സും സ്ട്രെയിറ്റ് ലൈനിലാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. 24th ക്വസ്റ്റ്യൻ. O is the center of the circle. A, B, C, D are points on the circle. Angle AEB എന്നുള്ള 13 തന്നിട്ടുണ്ട്. പിന്നെ തന്നിട്ടുള്ളത് CBE ഇത് 20 തന്നിട്ടുണ്ട്. ഇത് 13 തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 13 20 കൂടെ ആഡ് ചെയ്താൽ 50. അപ്പം ബാക്കിയുള്ളത് 180 മൈനസ് 50. ഇത് നമുക്ക് കിട്ടും 130 എന്ന് കിട്ടും. 130. ഇത് 2 ലീനിയർ പെയർ ആയതുകൊണ്ട് ഈ ആംഗിൾ 50. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് BCE. അപ്പോൾ 130 എന്ന് കിട്ടി. അതാണ് ആദ്യത്തെ എഴുതിയേക്കുന്നത്. പിന്നുള്ളത് ADB ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ADB നോക്കിക്കേ, ഈ ആംഗിൾ ഇത് 130 ആയതുകൊണ്ട് ഇപ്പുറത്തെ ഈ ആംഗിൾ ലീനിയർ പെയർ ആയതുകൊണ്ട് 50 കിട്ടും. ആംഗിൾ ADBയും ആംഗിൾ ACBയും അത് രണ്ടും ആംഗിൾ ഇൻ ദ സെയിം സെഗ്മെൻറ്റ്, ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകളാണ്. അതുകൊണ്ട് ഈ 2 ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ആംഗിൾ ADB ഈക്വൽ ടു 50.
അത് രണ്ടാമത്തെ പൊസിഷനും കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് DAB, ഇത് ഈ ആംഗിൾ എത്രയാണ് നോക്കിയേ. BD എന്നുള്ളത് ഡയമീറ്ററാണ്, അതുകൊണ്ട് ഈ ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും. അടുത്തത് ഫോർത്ത് പാർട്ട് നോക്കിക്കേ, ആംഗിൾ ABD, ആംഗിൾ ABD അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇത് 90 കിട്ടി, ഇത് 15 കിട്ടി, അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 140. 180 നിന്ന് 140 പോയാൽ 40, ആ ആംഗിൾ 14 കിട്ടി. അത് നാലുമാണ് കാണാൻ പറഞ്ഞിരുന്നത്. 24ൻ്റെ B. O is the center of the circle. ABCD are points on the circle. പിന്നെ തന്നിട്ടുള്ള ആംഗിൾസ് എന്ന് പറയുന്ന ആംഗിൾ ADB, ഈ ആംഗിൾ 20 തന്നിട്ടുണ്ട്. ആംഗിൾ BAC ഇത് 15 തന്നിട്ടുണ്ട്. ഈ ആംഗിൾ 17 തന്നിട്ടുണ്ട്. നമ്മളോട് ഫസ്റ്റ് പാർട്ട് ചോദിച്ചിരിക്കുന്ന ആംഗിൾ BDC, ഈ ആംഗിൾ കണ്ടുപിടിക്കാനാണ്. നോക്കിക്കുക, ആദ്യം ആംഗിൾ BDCക്ക് ഈക്വലായിട്ടുള്ള ആംഗിൾ BAC. ആംഗിൾ ഇൻ ദ സെയിം സെഗ്മെൻ്റ് ആർ ഈക്വൽ. അപ്പോൾ ഈ ആംഗിൾ എത്ര വരും? 50 തന്നെ. സെക്കൻഡ് പാർട്ട് ചോദിച്ചിരിക്കുന്ന ആംഗിൾ ACB കാൽക്കുലേറ്റ് ചെയ്യാൻ. ACB ഈ ആംഗിളും സെയിം സെഗ്മെൻറ്റിലെ ആംഗിൾസാണ്, ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകളാണ്, അതുകൊണ്ട് ഇതും 20 ആയിരിക്കും. തേർഡ് പാർട്ട് പറഞ്ഞിരിക്കുന്ന ആംഗിൾ ABC, ഇത് 50 കിട്ടി, ഇത് 20 കിട്ടി. 50 + 20 70. അപ്പോൾ തേർഡ് ആംഗിൾ 180 - 70 = 110. അടുത്ത ചോദിച്ചിരിക്കുന്ന ഫോർത്ത് പാർട്ടിൽ ആംഗിൾ DC, ഈ ഔട്ടർ ആംഗിളാണ് ചോദിച്ചിരിക്കുന്ന, ബാഹ്യ കോണാണ് ചോദിച്ചിരിക്കുന്ന, പുറം കോണ്. നമുക്ക് ഈ ഇടയ്ക്കത്തെ ആംഗിളൂടെ കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ആംഗിൾ നോക്കാം. ഇവിടെ 50, ഇത് 70, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പം 120, 120. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്ന 120, 150 120 പോയാൽ ഇത് 60 കിട്ടി. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്ന 60 + 20 80, 180 - 80 ഇത് 100. അടുത്ത രണ്ട് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസിയാണ്, അതുകൊണ്ട് അത് പറയുന്നില്ല. എന്നാൽ താങ്ക് യു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.